ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നും അറിയാത്തവർക്ക് എളുപ്പത്തിൽ കണ്ടു പഠിക്കാനും പറ്റുന്ന ഒരു വീഡിയോ ആണ്. സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഇതിൽ മോഡലോ ഒന്നുമില്ല. സിമ്പിളായിട്ടൊരു പ്ലീറ്റ് വെച്ച് തയ്ക്കുന്ന ഒരു ഫ്രോക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. വളരെ ഈസിയാണ്. കട്ടിങ് വീഡിയോ കഴിഞ്ഞ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം, കണ്ട് മനസ്സിലാക്കണം. ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ്. നമ്മളുടെ ഈ ഫ്രോക്കിൽ ഫ്രണ്ടിലൊരു സിബ് മാത്രം വരുന്നുണ്ട്. പിന്നെ ഇത് ഇതുപോലെ പ്ലീറ്റ് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ പ്ലീറ്റ്, അതായത് ഈ സ്കേർട്ടാണ്, ഫ്രോക്കിൻ്റെ താഴെ സ്കേർട്ടിൽ പ്ലീറ്റ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഫ്രോക്കിൽ നമുക്ക് ലെങ്ത്ത് ആവശ്യം ഒരു 54 ഇഞ്ചാണ് ലെങ്ത്ത് ആവശ്യം. ഇതിന് ഞാനൊരു 4 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2.5 മീറ്റർ തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഫ്രോക്കിൻ്റെ താഴെ പ്ലീറ്റ് വയ്ക്കാൻ, ആ സ്കേർട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലൊരു 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഈ തുണിയിൽ വരുന്ന വേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4 മടക്കിയിട്ടിരിക്കുകയാണ്. 4 മടക്കിയിട്ടിട്ട് ഞാനിതിലൊരു 41 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ആ 41 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈസിയാണ്. ഇപ്പോൾ ഇത് ഫ്രോക്കിൻ്റെ താഴത്തെ സ്കേർട്ടിനുള്ള തുണി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ല, 4 മടക്കിയിട്ട് നമ്മൾ എത്രയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഈ 4 ഇഞ്ചൊക്കെ ലെങ്ത്ത് ആകുമ്പോൾ നമ്മൾക്ക് താഴത്തെ സ്കേർട്ടിന് ഒരു 40 ഇഞ്ച് എടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെ അതിൽ 40 ഇഞ്ച് കൂട്ടാം. പിന്നെ മേലത്തെ ബോഡിക്കുള്ളൊരു 14 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമുക്കിതിലൊരു 15 ഇഞ്ച് ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ലെങ്ത്ത് ഞാനിവിടെ 15 ഇഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ 54 ഇഞ്ചിന് എനിക്കിതിൽ ചെസ്റ്റ് വരുന്നത് 36 ഇഞ്ചാണ്. ഈ 36 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു 10 ഇഞ്ച് വേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ അളവെടുത്ത് 4 മടക്കിയിട്ട് 10 ഇഞ്ച് വേസ്റ്റ് അളവെടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി എനിക്കിതിലേക്ക് ആവശ്യം നെക്കാണ്. അതായത് ഷോൾഡർ നമ്മൾ ഒരു 6 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. പിന്നെ ആം ഹോളിൻ്റെ അവിടെ ഒരു 5 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ നെക്ക് വന്നിട്ട് ഒരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ ക്യാൻവാസോ ഒന്നും വെക്കുന്നില്ല. സിമ്പിളായിട്ട് കട്ട് ചെയ്തിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നെക്ക് ഇവിടെ ഒരു 2.5 എടുത്തിട്ടുണ്ട്. ഇതാണ് ആം ഹോളിൻ്റെ റൗണ്ടിന് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. കുഴിച്ച് വെട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ബാക്കാണ് എടുക്കുന്നത്. ബാക്ക് ഞാനൊരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് വന്നിട്ട് ഒരു 5 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് വൈഡ് വന്നിട്ട് ഒരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. 2.5 ഇഞ്ച്. ഇതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ബാക്കും ഫ്രണ്ടും റൗണ്ട് തന്നെയാണ്. ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം, എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി. ഫസ്റ്റായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് എളുപ്പത്തിൽ പഠിക്കാനും അതിന് വേണ്ടിയിട്ടാണ് ബാക്കും ഫ്രണ്ടും ഇപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ ആയിട്ട് കട്ട് ചെയ്യും, ക്യാൻവാസ് വെക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചെസ്റ്റ് വന്നിട്ട് 9 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴെ ഒരു 8.5 ഇഞ്ചാണ് വരുന്നത്. ഒരു 9 ഇഞ്ചാണ് താഴെ. 1/2 ഇഞ്ച് നമ്മളൊന്ന് ചെരിച്ച് അത് ഷേപ്പാക്കിയെടുക്കും. ബാക്ക് അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു. ബാക്ക് 3 ഇഞ്ച് എടുത്തത് ഫുള്ളായിട്ട് കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് 5 ഇഞ്ചാണ് ഫ്രണ്ട് പീസ് ഇറക്കം. അപ്പോൾ ആ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ സിബ് വെക്കുന്നത് കൊണ്ട് ഞാനൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രണ്ട് പീസാണ്, കുഴിച്ച് വെട്ടുകയാണ്. അതായത് ആം ഹോളിൻ്റെ അവിടെ കുഴിച്ച് വെട്ടുകയാണ് ഫ്രണ്ട് പീസ്.
ഈ ഫ്രണ്ട് പീസിലാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിരിക്കുന്നത്. അതായത് അത് സിബ് വെക്കാൻ വേണ്ടിയിട്ട് മടക്കി കൊടുക്കാനാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് സ്ലീവാണ്. സ്ലീവ് എനിക്കിവിടെ ആവശ്യം ഒരു 20 ഇഞ്ചാണ് ലെങ്ത്ത് ആവശ്യം. വേസ്റ്റ് വന്നിട്ട് ഒരു 8 ഇഞ്ചും. അപ്പോൾ ആ 20 ഇഞ്ചിൽ ഞാനൊരു 1 ഇഞ്ച് കൂട്ടിയിട്ട് 21 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെയാണ് മടക്കിയിടുക. 4 ആക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ട് ഓപ്പൺ വരുന്ന ഭാഗത്താണ് നമ്മൾ സൈഡ് കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ഷേപ്പ്. അപ്പോൾ ആ സൈഡ് ഈ ഭാഗത്താണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ഒരു 18 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. സൈഡിന് ഒരു 18 ഇഞ്ച് ലെങ്ത്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഈ സ്ലീവ് കട്ട് ചെയ്യാം. വീഡിയോ എടുത്തത് ചെറിയൊരു വ്യത്യാസമുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അടുത്തതിൽ ക്ലിയർ ആക്കാം. വീഡിയോ എടുത്തത് മോളാണ്. അപ്പോൾ നമ്മൾ സ്ലീവ് ഇതാ കട്ട് ചെയ്തു. ഇനി സ്ലീവ് കുഴിച്ച് വെട്ടുകയാണ്. ഈ കുഴിച്ച് വെട്ടുന്ന ഭാഗം ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. കുഴിച്ച് വെട്ടിയ ഭാഗം ഒന്ന് അടയാളപ്പെടുത്താം. സ്ലീവിൻ്റെ ആം ഹോൾ വരുന്നത് ഒരു 7 ഇഞ്ചാണ്. അപ്പോൾ ആ 7 ഇഞ്ചിനാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറും 4 പീസേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അടുത്ത ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.